الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين لو يعلم المرء ما يأتيه بعد الموت ما أكل أكلة ولا شرب شربة إلا وهو يبكي ويضرب على صدري كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا يا أكرم الثقلين يا كنز الورى جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي على شددي مشيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين لي خمسة نطفي بها حر الوباء الحاكما
المصطفى والمرتضى وابناهما والفاطمة. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ 3-3.5 വർഷക്കാലമായി ഈ നാടിന്റെ അനുഗ്രഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായ പരിശുദ്ധ മസ്ജിദിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ആ ഇമാമ് എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായ നേതൃത്വവും സേവനവും ഖിദ്മത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനനും ആദരണീയനുമായ സൈനുദ്ദീൻ സിറാജി ഉസ്താദ് അവറുകൾ, ഈ സ്റ്റേജിലിരിക്കുന്ന ഒരു വലിയ വിഭാഗം പണ്ഡിത ഗുരുവര്യന്മാർ, എല്ലാവരുടെയും പേര് എടുത്തു പരാമർശിക്കേണ്ടുന്ന വിധത്തിൽ അവർ ഈ സദസ്സിനെ, ഈ നാടിനെ, ഈ നാടിന്റെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഒരാളെ വിട്ടുപോയാൽ അതൊരു അധപകേടാകും എന്ന ഭയത്താൽ പ്രിയപ്പെട്ട എല്ലാ ഗുരുനാഥന്മാരോടും, അതുപോലെ ബദരിയ മസ്ജിദിന്റെയും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെയും എല്ലാം സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സജീവമായി നിൽക്കുന്നതെങ്കിലും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ കൂട്ടം, ഒരു വലിയ തന്റേടവും ആത്മാർപ്പണ ബോധവും ഒക്കെയുള്ള ഒരു വിഭാഗം യുവ സുഹൃത്തുക്കൾ, എല്ലാത്തിലുമുപരി ബദരിയ മസ്ജിദിനെ നെഞ്ചത്തിൽ വെച്ച് ബദരീങ്ങളുടെ ഗുരുത്വവും പൊരുത്തവും പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗീയ ലോകത്തിന്റെ അനുഗ്രഹം നേടുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയപ്പോ ആ വേദിയിൽ സംഗമിച്ച് സഹകരിച്ച് അള്ളാഹുവിന്റെ ദീനീ ചൈതന്യം ഞങ്ങളുടെ കൽബിലും എത്തണമെന്ന ആർത്തിയോടെ, ആഗ്രഹത്തോടെ വളരെ വേഗം ഈ സദസ്സിലെത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് പുറത്തു മാഫാക്കി തരട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇവിടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാനോടെ ജീവിച്ചു മരിക്കുന്നതിനുള്ള മഹാഭാഗ്യം പാവപ്പെട്ട നമുക്ക് എല്ലാവർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്യാമറാമാൻ ഉസ്താദ് പറഞ്ഞത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ സദസ്സിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അല്ലാഹു ഒരു നിമിത്തമാക്കി തരട്ടെ. ഈ സദസ്സിന്റെ അദബ് മാനിച്ചുകൊണ്ട് അൽഹംദുലില്ലാ റോഡിൽ നിൽക്കുന്ന എത്ര ആളുകൾ ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നുവോ അവർക്കെല്ലാം അർഹമുർ റഹീമായ പടച്ചവൻ റോഡിനേക്കാൾ നല്ലത് ഇൽമിന്റെ സദസ്സാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധമുണ്ടായതുകൊണ്ട് അല്ലാഹുവിന്റെ ലോകത്തേക്ക് അവർ യാത്ര തിരിക്കുന്ന ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ നിലാവ് തെളിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരു സ്വർഗത്തിന്റെ വേദി, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന വേദി, ഈ ലോകത്ത് മുഴുവനും അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. ആ അനുഗ്രഹങ്ങൾ മുഴുവനും നിറഞ്ഞു തുളുമ്പുന്ന സ്വർഗത്തിന്റെ വേദി അകലെ നിന്ന് നോക്കി കാണുവാനാണോ എന്റെ വിധി റബ്ബേ എന്ന് ചിന്തിച്ചിട്ട്, അതല്ല ആ മനോഹരമായ പൂങ്കാവനത്തിൽ തന്നെ ചെന്നിരിക്കൽ എനിക്ക് അല്ലാഹു തന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ കടന്നു വന്നിരിക്കുന്നവർക്ക് ഇതിനേക്കാൾ ആവേശമുള്ള യഥാർത്ഥ സ്വർഗീയ ലോകത്തിന്റെ ആരാമം ആസ്വദിക്കാൻ, ഇതിനേക്കാൾ ആവേശത്തോടെ ചെന്നിരിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ എന്ന ആമുഖ പ്രാർത്ഥനയോടെ മരണം ഒരു തുടക്കമാണ് എന്ന മനോഹരമായ വിഷയത്തിന്റെ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നാടിനെ പെട്ടെന്നുള്ള ദുരിതങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു പടച്ച തമ്പുരാൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു യുദ്ധഭൂമിയാണ് യമാമ യുദ്ധഭൂമി. എന്തുകൊണ്ട് അത്രത്തോളം അത് അറിയപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ ആ യുദ്ധം നടക്കുന്ന സാഹചര്യവും സമയവും
ഇസ്ലാമിന്റെ സാഹചര്യം അതായിരുന്നു, ഇസ്ലാമിന്റെ സന്ദർഭം അതായിരുന്നു, അന്നത്തെ അന്തരീക്ഷം അതായിരുന്നു. ഒരിക്കലും ചരിത്ര താളുകളിൽ നിന്ന് യമാമ യുദ്ധഭൂമിയെ നമുക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല. മറുഭാഗത്ത് ഇസ്ലാമിന് എതിരായി നിൽക്കുന്ന, മറുഭാഗത്ത് നിൽക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകത്വവാദവുമായി കടന്നുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിനെ ധിക്കരിച്ചുകൊണ്ട് ഒരിക്കലും അബ്ദുള്ളാടെ ആമിനാടെ പുത്തുമോൻ മുഹമ്മദ് നബിയല്ല, ഞാനാണ് പ്രവാചകനാകേണ്ടത്, ഞാനാണ് പ്രവാചകൻ എന്ന കള്ളവാദം മുഴക്കിയിട്ട് രംഗത്ത് വന്ന മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനും അനുയായികളുമായിരുന്നു. മറുഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായി കള്ളപ്രവാചകനും അനുയായികളും നിരന്നു നിൽക്കുമ്പോ ഈ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹസമ്പന്നരായ ഒരു വിഭാഗം പ്രിയപ്പെട്ട സഹാബികളാണ്. പക്ഷേ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിൽക്കുന്ന ഒന്നാമത്തെ സഫിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിനൊരിക്കലും മറക്കാൻ കഴിയാത്ത, പേര് തന്നെ ഒരു ഇതിഹാസം പോലെ ഓർമ്മിച്ചു പോകുന്ന, പേര് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സിംഹമാണെന്ന് പറഞ്ഞ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നൊടുക്കിയ, കൈയും കാലും കരളും കൽബും പുറത്തെടുത്തിട്ട് ചവച്ചരച്ച് കണ്ട പെണ്ണുങ്ങൾക്ക് ചവച്ചരച്ച് തുപ്പിക്കളയാനുള്ള അവസരം ഒരുക്കി കൊടുത്ത വഹശിയാണ്. ആ വഹശി ഇന്ന് ഇസ്ലാമിന്റെ കൂടെയാണ്. ആ വഹശി ഇന്ന് പ്രിയപ്പെട്ട മുത്ത് റസൂലിന്റെ ചാരത്താണ്. ആ വഹശി ഇന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്ന ദഹിക്കാനാകാത്ത ഓർമ്മകളെ മനസ്സിന്റെ അകത്ത് തികട്ടി വരുമ്പോ അസഹ്യമായ ബുദ്ധിമുട്ടും വേദനയും പ്രയാസവും ക്ലേശവുമായി വഹശി നെട്ടോട്ടമോടുകയാണ്. കാരണം എന്തേ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന വഹശി പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട ഹംസയെ കൊന്നവനാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് പുറത്തു തരുമോ ഞാൻ മുസ്ലിം ആകുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് പുറത്തു തരും, നിന്റെ ഇസ്ലാമിയത്ത് അല്ലാഹു സ്വീകരിക്കും, പക്ഷേ എന്റെ മുമ്പിലേക്ക് നീ വരരുത്. നിന്റെ മുഖം കാണുമ്പോ, നിന്റെ കണ്ണുകൾ കാണുമ്പോ എനിക്കെന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ കിടന്ന ദയനീയതയുടെ രംഗം ഓർമ്മ വരികയാണ്. അതുകൊണ്ട് നീ തിരിച്ചു പോകണമെന്ന് വഹശിയെ പറഞ്ഞിട്ടത് മുതൽ വഹശിയുടെ മനസ്സിന് സമാധാനമില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നു, നമസ്കരിച്ചു, ഇബാദത്ത് ചെയ്തു, പൊട്ടിക്കരഞ്ഞു, സുജൂദ് ചെയ്തു, തൗബ ചെയ്തു, പക്ഷേ മനസ്സിന്റെ സമാധാനം ഇങ്ങനെ അലയുകയാണ്. കാരണം എന്തേ? ഞാനാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്, അതുപോലെ ഒരു പാതകം ചെയ്ത ഒരാളും എന്നോടൊപ്പം ഇന്നില്ലല്ലോ. അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അല്ലാഹു എന്നെ സ്വീകരിച്ച് സ്നേഹിച്ച് മുസ്ലിമായി ഞാൻ, എനിക്ക് അല്ലാഹു ഇഷ്ടം തന്നു, പക്ഷേ ആ തെറ്റിന് ഒരു പ്രതിവിധിയില്ല, ഒരു പരിഹാരമില്ല. അല്ലാഹു പുറത്തു തന്നെങ്കിലും മരണമൊരു തുടക്കമാണല്ലോ. മരണത്തോടുകൂടി ഒന്നും അവസാനിക്കാത്തത് കൊണ്ട് അല്ലാഹു എനിക്ക് പുറത്തു തന്നെങ്കിലും ഞാൻ മരണപ്പെട്ടു പോയാൽ, ഞാൻ വെട്ടിയെരിഞ്ഞു പോയ ഉഹദിന്റെ മലമടക്കുകൾ പോലും പൊട്ടിക്കരഞ്ഞു പോയ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് എനിക്ക് നോക്കേണ്ടതുള്ളതല്ലേ? മരണം കൊണ്ട് ജീവിതം അവസാനിക്കില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പ്രതിവിധി ചെയ്യണം, അതുകൊണ്ട് എനിക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ആർത്തിയോടെ യമാമ യുദ്ധഭൂമിയുടെ ഒന്നാമത്തെ വരിയുടെ നടുമധ്യഭാഗത്ത് നിന്നുകൊണ്ട് ചാട്ടുളിയെ വലിച്ചൂരിയെടുക്കുകയാണ്. വഹശി എന്ന് പറയുന്ന മനുഷ്യൻ ആ ചാട്ടുളിലേക്ക് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു, നീയാണല്ലോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ചിന്തുന്ന ശരീരത്തിലേക്ക് തുളച്ചു കയറിയത്, നീയാണല്ലോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ നൂറുകണക്കിന് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റുപോലൊക്കെ ബന്ധത്തെ വെട്ടിയെറിഞ്ഞ് കാലുകൊണ്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോ നീയാണല്ലോ ആ മുത്തിന്റെ ഹംസയുടെ ശരീരത്തിലേക്ക്, കഴുത്തിലേക്ക്, പള്ളയിലേക്ക്, മാരണത്തിലേക്ക് തുളച്ചു കയറിപ്പോയത് എന്ന് ചോദിച്ചിട്ട് പൊട്ടിക്കരന്നിട്ട് പറയുന്നു, അതുകൊണ്ട് നിന്നെ കൊണ്ട് തന്നെ നബിതങ്ങളുടെ എക്കാലത്തെയും വലിയ ശത്രു, ഇസ്ലാമിന് ഒരുപാട് അപവാദം വരുത്തിവെച്ച കള്ളപ്രവാചകത്വവാദവുമായി കടന്നു വന്ന മുസൈലിമത്തുൽ കദ്ദാബ് എന്നവനെ കൊന്നിട്ടെങ്കിലും ഹംസ റളിയല്ലാഹു തആല അൻഹു എന്ന ധീരനെ, ആ വീരനെ, ആ പ്രവാചകന്റെ തണലിനെ, ആ പ്രവാചകന്റെ കാവൽക്കാരനെ, അല്ലാഹുവിന്റെ സിംഹമെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ മഹാനുഭാവനെ എറിഞ്ഞു വീഴ്ത്തിയതിന് പരിഹാരമായിട്ട് മുസൈലിമത്തുൽ കദ്ദാബിനെ എങ്കിലും എനിക്ക് കൊല്ലണം, എങ്കിലേ എന്റെ ദാഹമടങ്ങൂ എന്ന് പറഞ്ഞ് ആ മൂർച്ചയുള്ള ചാട്ടിലൂരി കയ്യിൽ വെച്ചുകൊണ്ട് ചരിത്രത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്നോണം മുസൈലിമത്തുൽ കദ്ദാബിന്റെ മാരടത്തിലേക്ക് ആ ചാട്ടുളി എറിഞ്ഞു വീഴ്ത്തുകയാണ്. യമാമ യുദ്ധഭൂമിയിൽ മുസൈലിമത്തുൽ കദ്ദാബ് പിടഞ്ഞു വീണു. മഹാനായ വഹശി അവിടെ നിന്ന് പോയി.
രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ വഹശി ഒരു 100 പ്രാവശ്യം പറഞ്ഞു, അൽഹംദുലില്ലാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനമുള്ള രാത്രി. മുസ്ലിം ആയതിനു ശേഷം ഇതുപോലെ എനിക്കൊരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് മുസൈലമത്തുൽ കദ്ദാബിനെ എറിഞ്ഞു വീഴ്ത്തിയപ്പോ എന്റെ മനസ്സുകൊണ്ട് എനിക്കൊരു വലിയ സമാധാനവും സന്തോഷവുമാണ്. കാരണം എനിക്ക് അങ്ങനെയെങ്കിലും ഒരു പരിധിവരെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് പകരമാവില്ലെന്നറിയാം. എങ്കിലും ഒരു പരിധിവരെ സമാധാനത്തിനായല്ലോ, എന്റെ കൈകൊണ്ട് ചെയ്തു പോയതാണല്ലോ എന്നോർത്തിട്ട് കിടന്നുറങ്ങുമ്പോ വഹശി പറയുകയാണ്, അന്നത്തെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു സഹാബികളെ. അന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് സ്വർഗമാണ്. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് സ്വർഗമാണ്. മരണത്തിന് ശേഷം ഒരു മനുഷ്യന്റെ ഖബർ, അതിനുശേഷം ആ ഖബറിന്റെ അകത്ത് എഴുന്നേറ്റു വരുന്ന മഹ്ശറ, അതിനുശേഷം സ്വർഗവും നരകവും കൊടുക്കുന്ന, മരണത്തിലൂടെ തുടങ്ങുന്ന വലിയ ജീവിതത്തിന്റെ സമാപനം സ്വർഗമാണെങ്കിൽ ആ സ്വർഗം ഞാൻ കണ്ടു. ആ സ്വർഗത്തിൽ ഒരു വെള്ള കുതിരയുടെ പുറത്ത് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാനായ ഒരു മനുഷ്യൻ എന്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ നോക്കിയപ്പോൾ അത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ ഞാൻ വെട്ടിയെറിഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവാണ്. എന്തിനായിരിക്കും എന്റെ അരികിലേക്ക് വരിക? എന്തിനായിരിക്കും എന്റെ അടുത്തേക്ക് വരിക? സ്വപ്നത്തിലൂടെയാണ് കാണുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു അരികിൽ വന്നിട്ട് പറഞ്ഞു, വഹശി, നീ സന്തോഷിച്ചു കൊള്ളുക. എന്നെ കൊന്നു എന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനസ്സ് നിറക്കനൽക്കെട്ടകളുമായി കഴിഞ്ഞുകൂടി. മരണത്തിന് ശേഷം എന്റെ ഖബറും എന്റെ പരലോകവും എന്റെ മഹ്ശറയും എന്താകുമെന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന വഹശി, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു തന്നിട്ടുണ്ട്, സ്വർഗത്തിൽ നീ ഇരിക്കുന്നത് എന്റോടൊപ്പമാണ്. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ വഹശി നീയാണ്. എന്നെ കൊല ചെയ്ത, എന്നെ വെട്ടിയെറിഞ്ഞ വഹശി നീ തന്നെയാണ് സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞപ്പോ വാനാര വഹശി പൊട്ടിക്കരയുകയാണ്. സ്വപ്നം കണ്ടെഴുന്നേറ്റ വഹശി ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുക്കുകയാണ്. കാണുന്നവരോടൊക്കെ ആ വർത്തമാനം പറയുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടിയതെന്നറിയോ? എന്തുകൊണ്ടാണ് എനിക്ക് ആ മഹാഭാഗ്യം കിട്ടിയതെന്നറിയോ? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ട് ഞാൻ അങ്ങനെ ഖബറിന്റെ കിടക്കുമെന്ന് ചിന്തിച്ചപ്പോ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും കാലും വെട്ടിയിട്ട് ഞാൻ അങ്ങനെ മഹ്ശറയിൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ചിന്തിച്ചപ്പോ എന്റെ മനസ്സ് പാപക്കറകൾ കൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് സങ്കടം വന്നപ്പോ ആ കണ്ണീര് കൊണ്ട് എന്റെ ഖൽബ് കഴുകാൻ എനിക്ക് സാധിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, അങ്ങനെ എന്റെ മനസ്സിൽ അല്ലാഹു പ്രഭ തന്നതാ. അങ്ങനെ എന്റെ മനസ്സിൽ അല്ലാഹു പ്രകാശം തന്നതാണ്. അതുകൊണ്ടാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെ സുഖലോലുപ സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതം ആസ്വദിക്കാനുള്ള മഹാസൗഭാഗ്യം എനിക്ക് എന്റെ പടച്ചതമ്പുരാ തന്നറന്ന് വഹശി പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു പോരെങ്കിൽ ഏത് കൊലപാതകയെയും, ഏത് ക്രൂരഹൃദയനെയും, ഏത് ദാഷ്ട്യമുള്ളവനെയും, ഏത് ദേഷ്യമുള്ളവനെയും, ഏത് കാഠിന്യമുള്ളവന്റെയും മനസ്സിന് അലിയിക്കാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും വലിയ മാസ്മരിക ശക്തികരെന്നറിയോ? അത് മരണമെന്ന ചിന്തയാ, അത് മരണമെന്ന ചിന്തയാ. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാടിളകി വരുന്ന ആവേശത്തോടെ ക്രൂരതകൾ മാത്രം ചെയ്ത് ശീലിച്ചു പോരെ കാട്ടറബുകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പ്രഖ്യാപിച്ചത്. കഫാ ബിൽ മൗതി വഇവാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനാരാ? ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും വലിയ മാറ്റം കിട്ടുന്നതിന്റെ കാരണം എന്താ? 1000 നൗഷാദ് കവി പ്രസംഗിക്കുന്നതിനേക്കാൾ ആവേശമാണ് ഒരു സദസ്. ഒരു മനുഷ്യൻ രാവിലെ ഇരുന്ന് ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുക. നിസ്കരിക്കണമെന്ന് ആരും അവനോട് പറഞ്ഞു കൊടുക്കണ്ട, നോമ്പ് പിടിക്കണമെന്ന് ആരും അവനോട് പറഞ്ഞു കൊടുക്കണ്ട, പലിശ വാങ്ങണ്ടെന്ന് ആരും അവനോട് പറഞ്ഞു കൊടുക്കണ്ട, കള്ളു പിടിക്കല്ലേ, പെണ്ണു പിടിക്കല്ലേ, ഫസാദ് പറയല്ലേ, ഈബത്ത് പറയല്ലേ എന്നും മരണചിന്ത മനസ്സിലുള്ള മനുഷ്യനോട് ആരും പറഞ്ഞു കൊടുക്കണ്ട. ആ ചിന്ത നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ മനോഹരമായ ബദരിയ മസ്ജിദിന്റെ കോന്നുകളുടെ പരിസരത്ത് അത്ഭുതങ്ങൾ വിരിയാൻ കാത്തിരിക്കുന്ന സ്വർഗീയ ആരാമത്തിന്റെ സരസിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത്. ആ മരണമെന്ന ചിന്ത അടിക്കടി നമ്മുടെ കൽവിൽ നിന്നാരോ മോഷണം നടത്തിക്കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു കൽബ് നമുക്കുണ്ടെങ്കിൽ കലാപങ്ങളില്ല, കലുഷിത അന്തരീക്ഷങ്ങളില്ല, കൊലപാതകങ്ങളില്ല, വൃദ്ധസദനങ്ങളില്ല, മാതാപിതാക്കളെ വീട്ടിന്റെ കപ്പരൊന്ന് പുറത്തേക്ക് വലിച്ചെറിയില്ല, യത്തീമാരെ പ്രിയപ്പെട്ട മക്കള് പട്ടിണി കിടക്കൂല, നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ പള്ളികളല്ല, നടറോഡിൽ പാര വിരിച്ച് നിസ്കരിക്കേണ്ടെന്ന ഗതികേട് വരൂല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനീ സംരംഭങ്ങളെ താന്നു പോകൂല. മരണമെന്ന ചിന്ത നമ്മുടെ കൽബിന്റെ കപ്പരൊന്ന്
വ്യക്തമായി പോയത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് വല്ലാതെ കടുത്തു പോകുന്നത്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമക്ഷം വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ പെൺകുട്ടിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹധർമ്മിണി പറഞ്ഞ മരുന്നെന്തെന്നറിയോ? ആയിഷ, കഴിയുന്നില്ല ആയിഷ, മനസ്സ് വല്ലാതെ മുരടിച്ചു പോവുകയാണ്. എപ്പോഴും ദേഷ്യമാണ്, എപ്പോഴും ക്രൂരഭാവമാണ്, എപ്പോഴും ദാഷ്ട്യമാണ്. ആരോടും സ്നേഹിക്കാനുള്ള മനസ്സ് വരുന്നില്ല. എല്ലാവരോടും കനകട്ടിയുള്ള ഗാംഭീര്യമുള്ള സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആയിഷ, അതിനൊരു മരുന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല ആ വന്ന പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തരെന്തെന്നറിയുമോ? നീ നിന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. നിന്റെ വീട്ടിന്റെ അകത്ത് ആളുകൂടുന്ന നീ ഇങ്ങനെ ജീവശവമായി ജീവിച്ചിരിക്കല്ല പെണ്ണേ. നിന്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ശവമായിട്ട് നീ കിടക്കുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിക്കുക. നിന്നെ കുളിപ്പിക്കുന്നു, നിന്നെ പൊതിയുന്നു, നിന്നെ കൊണ്ടുവന്ന് കബറടക്കം നടത്തുന്നു. ആ അത്ഭുതത്തിന്റെ ചിന്ത നിന്റെ കൽബിൽ വരട്ടെ പെണ്ണേ. എന്നാ യുറുഖു ഖൽബുകി, നിന്റെ കൽബിന് നേർമയുണ്ടാകുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ 15 ദിവസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി മടങ്ങി വരികയാണ്. വന്നിട്ട് പറയുന്നു, ആയിഷ, ഇപ്പൊ എനിക്കെല്ലാവരോടും സ്നേഹമാണ്, ഇപ്പൊ എനിക്കെല്ലാവരോടും താല്പര്യമാണ്, ഇപ്പൊ എനിക്കെല്ലാവരോടും അദമ്യമായ അഭിനിവേശവും ആഗ്രഹവുമാണ്. 15 ദിവസമായിട്ട് ഞാൻ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. 15 ദിവസമായിട്ട് ഞാൻ ആരോടും ചൂടായിട്ടില്ല. 15 ദിവസമായിട്ട് ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ ഇന്ന് മരിക്കുമോ എന്ന ചിന്ത എന്റെ കൽവിന്റെ കത്ത് എരിയുന്നത് കൊണ്ടാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു പോലെങ്കിൽ മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളുടെ കാലമല്ലേ? മാതാപിതാക്കളെ കാലിൽ പിടിച്ച് വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിയുന്ന കാലമല്ലേ? അല്ലാഹുവേ, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കൂടപ്പുറപ്പിനെ കോടതി കയറ്റിക്കിട്ട് അതാപ് പറന്നുവിടുന്ന കാലമല്ലേ? നോട്ടുകെട്ടുകൾക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി, കാമത്തിന് വേണ്ടി ഭർത്താവിന് മറക്കുന്ന, ഭാര്യയെ മറക്കുന്ന, ബന്ധത്തിന് വില കൽപ്പിക്കാത്ത പടച്ചതമ്പുരാന് ചവിട്ടിക്കളഞ്ഞിട്ട് ദുനിയാവിന്റെ രസത്തിന് വേണ്ടി പേപിടിച്ച നായകളെ പോലെ പരക്കം പായുന്ന കാലഘട്ടത്തിലല്ലേ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയാന്തരത്തിനകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണമെന്ന മാസ്മരികമായ ചിന്ത കടന്നു വരേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഇന്ന് മരിക്കുമെന്ന, ഞാൻ നാളെ മരിക്കുമോ, ഉടനെ മരിക്കുമോ എന്ന ചിന്ത കൊണ്ടൊരു മനുഷ്യൻ നടന്നുപോയാ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 സമ്മാനം അവൻ അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ഒന്നെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫമാ മിൻ അബ്ദിൻ അക്സറ മിൻ സിക്രിഹി, അമിതമായി അധികമായി ആരെങ്കിലും മരണത്തിന്റെ ചിന്ത കൽബിൽ കൊണ്ട് നടന്ന ആരംഭ റസൂൽ പറയുന്ന അഹിയല്ലാഹു ഖൽബാ, അവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുക്കുന്നതാണ്. ഹൃദയം മരിച്ചുപോയത് കൊണ്ടാണ് നമസ്കരിക്കാത്തത്, ഹൃദയം മരിച്ചുപോയത് കൊണ്ടാണ് ജനങ്ങളെ സ്നേഹിക്കാത്തത്, ഹൃദയം മരിച്ചുപോയത് കൊണ്ടാണ് ആരോടും താല്പര്യമില്ലാത്തത്. സ്വന്തം കൊട്ടാരം, സ്വന്തം ഭാര്യ, സ്വന്തം മക്കള്, സ്വന്തം കുടുംബത്തിനപ്പുറം ഭൗതിക ലോകത്തിന്റെ രസക്കൂട്ടുകളുടെ ചായം തേച്ചു മിനുക്കിയിട്ട് അഹങ്കാരത്തിന്റെ കസേരയിൽ ചമ്രം പണിഞ്ഞിരിക്കുന്നവര് മനുഷ്യത്വം മരവിച്ചു പോയതിന്റെ കാരണം എന്തെന്നറിയോ? മരണമെന്ന് പറയുന്ന ചിന്ത നിന്റെ കൽബിന്റെ അകത്ത് തറക്കാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആ ചിന്ത കൊണ്ട് നടന്ന അഹിയല്ലാഹു ഖൽബാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹൃദയത്തെ ജീവിപ്പിക്കുന്നതാണ്. എത്രയോ ദുരന്തങ്ങൾ നടക്കുകയാ, എത്രയോ ദുരിതങ്ങൾ നടക്കുകയാ, എത്രയോ അക്രമങ്ങൾ, എത്രയോ കൊള്ളയും കൊലപാതകവും നടക്കുകയാ. അതിനൊക്കെ വിരാമമിടാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന അത്ഭുതത്തിന്റെ ചിന്ത ഖൽബിന്റെ അകത്ത് കൊണ്ടു നടക്കലാണെന്ന് ലോകത്തെ പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഏറ്റവും വലിയ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ചിന്ത അവന്റെ മരണത്തെക്കുറിച്ചാണ്. നമുക്കിപ്പോ അതിനോടൊരു വലിയ താല്പര്യം വരാത്തത് മരണം അത്ര ആരും ഓർക്കാൻ രസമുള്ള ഒരു ചിന്തയല്ല. സ്വന്തം മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. കാരണം എന്താണെന്നറിയോ? ആഗ്രഹങ്ങളുടെ വേലിയേറ്റമാണ് മനസ്സിന്റെ അകത്ത്. കല്യാണം കഴിയാത്തവർക്ക് കഴിക്കാൻ ആഗ്രഹം, കഴിഞ്ഞവർക്ക് കുഞ്ഞുണ്ടാവാൻ ആഗ്രഹം, കുഞ്ഞുണ്ടായവർക്ക് സ്വന്തമായി വീട് വെക്കാൻ ആഗ്രഹം,
സ്വന്തമായി വീട് വെച്ചവർക്ക് മോളെ കെട്ടിക്കാൻ ആഗ്രഹം, മോളെ കെട്ടിച്ചവർക്ക് ഒരു ചെറുകുഞ്ഞുണ്ടായി കാണാൻ ആഗ്രഹം, ചെറുകുഞ്ഞുണ്ടായി കണ്ടവർക്ക് അവർക്ക് കൂടി ഒരു വീടുണ്ടാവണമെന്ന് ആഗ്രഹം. അങ്ങനെ പരിധിയില്ലാത്ത ആഗ്രഹം ഇങ്ങനെ കൂടി 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 പോവാൻ. ആദ്യം ഗൾഫിലേക്ക് കോന്നിയിൽ നിന്ന് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഭാര്യ പറയുന്നതെന്ന, ഒന്നും വേണ്ടക്ക, സ്വന്തമായിട്ടൊരു കുഞ്ഞു വീട് മതി. അത് കഴിഞ്ഞാൽ ഇക്ക പിന്നെ ഗൾഫിൽ നിൽക്കേണ്ട, നേരെ നാട്ടിൽ വന്നോളി. എന്തിനാണ് നിങ്ങൾ അവിടെയും ഇവിടെയും നിന്നിട്ട് നിങ്ങളെ ജീവിതം നശിപ്പിക്കുന്നത്? ഭർത്താവ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയാം, അത് മതി മോളെ, അത് മതി. ഇങ്ങനെ ഏറ്റവും കുറവ് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണിനെ എനിക്ക് അള്ളാഹു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞവൻ ഗൾഫിൽ പോകും. 2 വർഷം നിന്നൊരു 4 സെന്റ് വസ്തു വാങ്ങി. അടുത്ത ലീവിന് പോകുമ്പോൾ കുഞ്ഞു വീട്, അൽഹംദുലില്ലാ, നമ്മൾ ആഗ്രഹിച്ച പോലെ 4 സെന്റ് വസ്തു കിട്ടിയല്ലോ. പിന്നെ ഇവിടെ 6 മാസം കഴിഞ്ഞ് ഭാര്യ വിളിക്കും, വീട് നമുക്ക് പിന്നെയും വെക്കാം, പക്ഷേ നമ്മുടെ വീടിന്റെ മുമ്പ് കിടക്കുന്ന നമ്മൾ 4 സെന്റ് വസ്തു വാങ്ങിയല്ലോ, അതിന്റെ തൊട്ടടുത്ത് അപ്പുറത്ത് ഐഷാക്ക് ഒരു വസ്തു കിടപ്പുണ്ട്. അല്ലാ, അലുവ പീസ് പോലത്തെ വസ്തുവാ. ഇക്ക, അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൂടി വാങ്ങി ചേർത്താലുണ്ടല്ലോ നമ്മളെ വീട് കാണാൻ നല്ല രസമായിരിക്കും. നല്ല മുറ്റവും നല്ല ചെടിച്ചട്ടി. എത്ര കഷ്ടപ്പെട്ടാലും വീട് നമുക്ക് പതുക്കെ വെക്കാം. ഇവിടെ നിങ്ങളുടെ ഉമ്മയല്ലേ പ്രശ്നമുള്ളൂ, അതിടയ്ക്കിടയ്ക്ക് ഞാൻ തുണിയൊക്കെ വായി കുത്തിക്കേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. എങ്ങനെങ്കിലും അതുകൂടി ഒന്ന് വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ അത് വാങ്ങാണ്. അങ്ങനെ 50 സെന്റായി, 1 ഏക്കറായി, കൊട്ടാരം. പിന്നെ വീട് വെക്കേണ്ട, വീട് വാങ്ങാം. ഫ്ലാറ്റല്ലേ നല്ലത്, ഫ്ലാറ്റ് നല്ലത്, പിന്നെ ഫ്ലാറ്റായി. അങ്ങനെ ആഗ്രഹങ്ങൾ ഫ്ലാറ്റ് പോലെ ഉയർന്നുയർന്നു പോകും. അവസാനം പെന്റകൻ തകർന്ന പോലെ ഒരുമിച്ച് ഒരൊറ്റ തകർച്ച. അതെപ്പോഴാണ്? ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. രാജ്യം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, പിടിമണ്ണ് വാരി എറിഞ്ഞതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ ഒരു ദിവസം മരിക്കുമെന്ന്. ശാശ്വതമായി കോന്നിയിലോ ബദരിയ മസ്ജിദിന്റെ പരിസരത്തോ ഞങ്ങൾ ഉണ്ടാവില്ല തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾ എന്തായാലും ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കരയും. ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് പള്ളിയിൽ നിന്ന് സന്തൂക്ക് കൊണ്ടുവരും. അത് ഉറപ്പുള്ള കാര്യമാണല്ലാ. ലോകത്ത് വന്ന മുഴുവൻ മനുഷ്യരും നമ്മളോട് യാത്ര പറഞ്ഞു പോയല്ലോ. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. പടച്ചവനെ, അങ്ങനെ ശാശ്വതമായിട്ടൊരാള് ലോകത്തുണ്ടാവണമെന്ന് നിന്റെ ജീവിതത്തിൽ ഈ മനുഷ്യലോകത്ത് നീ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തമ്പുരാനെ, ഞങ്ങളുടെ കരളായ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് പോരാ കോന്നിക്കാരെ, സ്വലാത്ത് പോരാ. അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ തന്നിരിക്കുന്ന പ്രകാശം ഞങ്ങളുടെ റസൂലാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആനന്ദം ഹബീബാണ്. അതില്ലാതെ സ്വർഗമില്ല, അതില്ലാതെ ഇബാദത്തില്ല, അതില്ലാതെ തൗഹീദില്ല, അതില്ലാതെ ആഘോഷമില്ല, അതില്ലാതെ സ്വർഗത്തിന്റെ മജ്ലിസില്ല. അതില്ലാതെ മജ്ലിസ് ഉണ്ടെങ്കിൽ ആ മജ്ലിസിൽ ബാക്കവിയില്ല. ആ ബാക്കവിയെ സ്നേഹിക്കുന്നവരോ ഇഷ്ടപ്പെടുന്നവരോ ഇല്ല. ഞങ്ങളുടെ ഖൽബിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സ്വലാത്ത് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. നിങ്ങൾ ആര് സലാത്തില്ലെങ്കിൽ സജീവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ചൊല്ലിപ്പിക്കും. അവൻ ചൊല്ലിക്കോളും. അവന് ശബ്ദം കൂടുതലാണ്, പക്ഷെ അവനിപ്പോ ശബ്ദമൊക്കെ ഇതിനു വേണ്ടി കിടന്നിങ്ങനെ ഓടി നടന്നു പറഞ്ഞു കൊണ്ട് അടച്ചുപോയി. അള്ളാഹു തആല ദീർഘായുസ്സ്. ഇതിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, എന്റെ പ്രസംഗ മേഖലയിൽ, പ്രസംഗ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ അങ്ങോട്ട് വിളിച്ചിട്ട് ഏറ്റുകൊടുക്കുന്നത്. ഇന്ന് വരെ ഞാൻ കൊടുക്കാനില്ലാത്തോണ്ട് വിളിക്കാത്തതല്ല. ഒരുപാട് ആളെ നമ്പർ എഴുതിയിട്ടിരിക്കുമ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ മറ്റൊരാൾക്ക് സങ്കടം തോന്നൂലെന്ന് വിചാരിച്ചിട്ട് ആരെയും വിളിച്ച് അങ്ങോട്ട് ഡേറ്റ് കൊടുക്കരുത്. ചരിത്രത്തിൽ ആദ്യമാണ് എന്റെ ജീവിതത്തിൽ അങ്ങോട്ട് വിളിച്ചിട്ട് സജീവ് ഡേറ്റ് വേണ്ടെന്ന് ചോദിക്കുന്നത്. കാരണം സജീവ് വീട്ടിൽ വന്നിരുന്ന്, വീട്ടിന്റെ മുമ്പിലിരുന്ന്, സിറ്റൗട്ടിലിരുന്ന് സംസാരിച്ച ചില സംസാര ശകലങ്ങൾ, അത് സത്യത്തിൽ എന്റെ വാത് കേൾക്കാൻ നിങ്ങൾ വന്നെങ്കിൽ ഞാനിവിടെ വന്നത് സജീവിനെ കേൾക്കാനാണ്. സജീവിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സജീവ് അങ്ങനെ പ്രസംഗമാണ്. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആരും വീണുപോകും.
അല്ലാഹു തആല ആ സാധുവായ സഹോദരന്റെ നമ്മുടെ നാടിന്റെ ഇത്രയും ഉണ്ടാക്കി തന്ന ചൈതന്യം ഉണ്ടാക്കി തരുന്നതിന് നേതൃത്വം കൊടുത്തു. ആ വിശ്വസ്തതയും സത്യസന്ധതയും ഇഖ്ലാസും മനസ്സിലാക്കിയിട്ടാണ് സജീവിന്റെ കൂടെ കുറെ ആളുകൾ നിന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കള്ളവോ ഒരു പൊള്ളത്തരമോ കാണിച്ചാൽ ഈ ജനങ്ങൾ കൂടെ നിൽക്കൂല. കാരണം നമ്മളല്ലേ ആള്, നമ്മൾ നിൽക്കുമോ? അങ്ങനെ നമ്മളെ തട്ടിക്കൊണ്ട് പോണ ആളിന്റെ കൂടെ നമ്മൾ ആരും നിൽക്കൂല. ഏത് മതക്കാരെന്നാലും മുസ്ലിങ്ങൾ നിൽക്കൂല. മേത്തന നമ്പിന ഡാഷിന, മനസ്സിലായില്ല? ഒരിക്കലും നിൽക്കൂല, അത് ഉറപ്പാ. അപ്പോ നമുക്ക് നഷ്ടമൊന്നുമില്ല, നമ്മളൊന്ന് പരിശ്രമിച്ചു കൊടുത്താൽ മതി, നടക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവനോടൊപ്പം നിന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ഒരു അപാരമായ അനുഗ്രഹവും സഹായവും നിങ്ങൾക്കുണ്ട് സഹോദരങ്ങളെ. ആ പള്ളി ഒരു വലിയ പുണ്യവും ബറക്കത്തുമാണ്. അല്ലാഹു തആല അതിന്റെ ഐശ്വര്യം ഈ നാട് മുഴുവനും അല്ലാഹു പടർത്തി തെരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോ ജീവിതത്തിൽ ഈ ചിന്തയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. എല്ലാവരും പോകണം. ഒരാള് ശാശ്വതമായി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കൂല. ചില ആളുകൾ നേരത്തെ പോകും, ചില ആളുകൾ താമസിച്ചു പോകും, അല്ലേ? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോനെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് നടന്നത് ഞാൻ മരിക്കുമ്പോൾ എന്റെ മയ്യത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതാനാണ്. പക്ഷേ എനിക്ക് മുമ്പേ അള്ളാഹു അവനെ കൊണ്ടുപോകുക എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അന്ന് പോയില്ലെങ്കിൽ എന്തെങ്കിലും പോകും. ഞാൻ പോവും, നിങ്ങളും പോവും, എല്ലാവരും മരിക്കും. മരിച്ചേ പറ്റൂ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിക്കുന്നതിന്റെ സങ്കടം മാനസികമായി നാം അറിഞ്ഞ് അനുഭവിച്ച് വെച്ചിരിക്കണം. കാരണം ആ സമയമാകുമ്പോൾ അതൊരു ഷോക്കായി പോകരുത്. എന്തായാലും മരിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ ചിന്തിക്കണം, എന്റെ ഭാര്യ മരിക്കും, എന്റെ മക്കളും. ഭാര്യ മരിക്കും ചിന്ത ഉള്ള മരിക്കട്ടെ, അങ്ങനെയല്ല. എന്റെ ഭാര്യ മരിക്കും, എന്റെ മക്കൾ മരിക്കും, എന്റെ ഉമ്മ മരിക്കും, ഉപ്പ മരിക്കും, ഞാൻ മരിക്കും. നിങ്ങൾ ചിന്തിക്കണം, എന്റെ ഭർത്താവ്, എനിക്കും എന്റെ മക്കൾക്കും വേറെ ആരാ ഉള്ളത്? പക്ഷെ ഭർത്താവ് മരിക്കുമെന്ന് ഉറപ്പിക്കണം. പറയണം നാക്കുകൊണ്ട്, മരിക്കും, ഞാൻ മരിക്കും, എല്ലാവരും മരിക്കും. അല്ലാഹുവേ, ആ ചിന്ത നമ്മുടെ ഖൽബിന്റെ അകത്ത് വരുമ്പോഴാണ് റിമോട്ട് കയ്യിൽ വെക്കാതെ ഉറങ്ങാൻ എന്റെ സഹോദരങ്ങളെ നമുക്ക് തോന്നുന്നത്. മൊബൈല് കയ്യിലെടുക്കുമ്പോ സിനിമാ പാട്ട് വേണ്ടവെന്ന് ഖുർആൻ കേട്ടാൽ എന്തായെന്ന് തോന്നുന്നത്. ഞാൻ മരിക്കുമെന്ന് ഉറപ്പ് ഖൽബിന്റെ അകത്ത് വരുമ്പോഴാണ്. എനിക്ക് യൂട്യൂബിലൂടെ നഗ്നത കാണണ്ട, എനിക്ക് അനാവശ്യമായ ചിത്രം കാണണ്ട. കാരണം ഞാൻ മരിക്കുമല്ലോ. അതിന് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ കിടക്കണമെന്നില്ല, അതിന് പ്രത്യേകിച്ച് കുറെ ദിവസം സുഖമില്ലാതെ കിടക്കണമെന്നില്ല. എല്ലാം ന്യൂ ജനറേഷനായപ്പോ മരണവും ന്യൂ ജനറേഷൻ ആവുകയാണ്. പണ്ടൊക്കെ മരണപ്പെടുന്നതിന് മുമ്പ് ദിവസങ്ങളോളം എന്റെ പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിന്റെ അകത്ത് കിടക്കുമായിരുന്നെങ്കിൽ ഇന്ന് ദിവസങ്ങളില്ല, ആഴ്ചകളില്ല. അല്ലാ, പെട്ടെന്ന് രണ്ട് കൈ കൊണ്ട് നെഞ്ചോടിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് മറിഞ്ഞു വീഴുകയാണ്. പിന്നെ മക്കൾ വാപ്പാന്ന് നിലവിളിക്കുന്നു, കുലുക്കി വിളിക്കുന്നു, അനക്കമില്ല. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തോ ഈ ചിന്ത മറന്നു പോകുന്നത് അനുവദിക്കൂല. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ആയിഷ, ഷഹീദിന്റെ കൂലിയാണ് മരണചിന്ത മറക്കാത്തവൾക്ക്, ആണിനും പെണ്ണിനും. എന്നും മരണത്തിന്റെ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. ആരാണ് ഷഹീദിന്റെ നേതാവ്? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞു വെച്ചതാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ അരിഞ്ഞു വീഴ്ത്തിയ വഹശിയുടെ മനസ്സുപോലും മാറിപ്പോയത് മരണത്തിൻ ചിന്ത കൊണ്ടാണെങ്കിൽ, എല്ലാ ദിവസവും ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ നാളെ നമ്മളെ കാണാൻ കാത്തിരിക്കുന്നതാരാ? ഒമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പിയ സേവതി മാറടാ, വല്ലി മഹ്മൂദർഹമിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ, അമ്പർ സൈഫിയുള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരടാ, ഖൈറുൽ വറ നബിയാർ ഗോളത്തിന്ന് ദൈനിയമുണ്ടെങ്കിൽ കോരടാ, ഒമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് വിളത്തോടെ വെള്ളം കൂടി ചാട്ടെ, തുമ്പിക്ക് മാമദം പൊട്ടിയുളമട്ടെ. സുബ്ഹാനല്ലാഹ്. ബദർബട പാട്ടിന്റെ ഈരടികളുടെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമേ, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാ. മരണത്തിന്റെ ചിന്ത മനസ്സിന്റെ അകത്ത്
ഒരു ഹാരം പോലെ കൊണ്ടു നടന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കുന്ന സമയം തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ കവാടം തരികയാ. ആരംഭ റസൂല് പറയട്ടെ, മരണചിന്ത മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നവർക്ക് 2 സമ്മാനമാണ്. ഒന്നവരുടെ മനസ്സിന് അല്ലാഹു ജീവൻ കൊടുക്കുകയാണ്. 2 വഹവന അലൈഹിൽ മൗത്താ, അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ദുരന്തമില്ലാതെ, ദുരിതമില്ലാതെ, പ്രയാസമില്ലാതെ, ഞരങ്ങളില്ലാതെ, പിരിമുറുക്കമില്ലാതെ, ഭയപ്പെടുത്തലുകളില്ലാതെ ആകാശത്തിലേക്ക് തലനിൽക്കുന്ന പോലെയാണ് അസ്റായിലിന്റെ വരവ്. തല ആകാശത്ത് നിൽക്കുന്ന പോലെയാണ്. നിങ്ങൾ മരിക്കാൻ കിടന്നാൽ അസ്റായിൽ റൂഹ് പിടിക്കാൻ വരുമ്പോ ആകാശത്ത് തലമുട്ടി നിൽക്കുന്ന പോലെയാണ് അസ്റായിലിന്റെ വരവ്. അല്ലാ അല്ലാ, എന്റെ ഉമ്മ, ആ കണ്ണുകളിൽ നിന്ന് തീപാറി വരുമല്ലോ. തലമറക്കാറ്, ഇബാദത്ത് ചെയ്യാറ്, കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ്, പലിശ വാങ്ങി, ഫസാറ് പറഞ്ഞ്, ഈബത്ത് പറഞ്ഞ്, കള്ളുകുടിച്ച്, പെണ്ണ് പിടിച്ച്, ഹറാം ചെയ്ത് ആരാധനകളെ കാലുകൊണ്ട് ചവിട്ടി തേച്ചിട്ട് ദുനിയാവിന്റെ സുഖത്തിന്റെ പിന്നാലെ വാലാട്ടി നടന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ അസ്റായിൽ വരുന്നത് 2 കണ്ണിൽ നിന്ന് തീപാറിയിട്ടാണ്, കാതിൽ നിന്ന് തീപാറിയിട്ടാണ്, ആകാശം മുട്ട നിൽക്കുന്ന തലയുടെ ഭാരവുമായിട്ടാണ് അസ്റായിൽ വരിക. അത് കണ്ടിട്ട് ഈമാനോടെ മരിക്കാൻ നിനക്ക് കഴിയൂല. പക്ഷെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉറക്കം തന്നെ ഒരു മരണമാണ്. ആ മരണത്തിൽ നിന്നും എന്നെ ജീവിപ്പിച്ച അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനി ഒരു ഉറക്കമുണ്ടല്ലോ, ആര് വിളിച്ചാലും ഉണരാത്ത ഉറക്കം. വാപ്പ വന്ന് വിളിക്കുന്നു, പൊന്നുമോനെ ഇത്ര നേരത്തെ പോയോ, ഇന്ന് എഴുന്നേക്കടാന്ന് പറഞ്ഞാൽ എഴുന്നേക്കാത്ത ഉറക്കം. അങ്ങനെ എഴുന്നേക്കുമായിരുന്നെങ്കിൽ ലോകത്തൊരു കുഞ്ഞുമക്കളും മരിക്കില്ലായിരുന്നു. 4 വയസ്സുള്ള മകൻ മരിക്കുമ്പോ, 6 വയസ്സുള്ള മകൻ മരിക്കുമ്പോ, 10 വയസ്സുള്ള മകള് മരിക്കുമ്പോ ഉമ്മ നെഞ്ചുപൊട്ടിയിട്ട് പൊന്നുമോളെ എഴുന്നേക്കടി എന്ന് വിളിക്കുമ്പോ ആ കുഞ്ഞെഴുന്നേറ്റ് വരുമായിരുന്നു. പക്ഷേ കഴിയൂല. ഒരിക്കലും തിരിച്ചു വരാത്ത, ഒരിക്കലും ഇനി വരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ കുഞ്ഞു മടക്കയാത്ര നടത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, അതാണ് മനുഷ്യന്റെ ജീവിതമെന്ന് ചിന്തിക്കുക. അവിടെ നമുക്കൊരു ഭയപ്പാടില്ലാതിരിക്കണമെങ്കിൽ എന്നും നമ്മൾ ഈ മരണത്തെ കൊണ്ട് നടക്കുക. ഇന്ന് പ്രഭാഷണം കിടന്ന് വീട്ടിൽ പോയി കിടക്കുമ്പോ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ, പടച്ചവനെ നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കിടക്കുമ്പോ ബ്ലൂ ഫിലിം കാണാൻ തോന്നൂല. ഇന്ന് രാത്രി ഞാൻ മരിച്ചു പോയാലോ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അസ്റായിൽ വന്നാലോ, പടച്ചവനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതൊന്നും എനിക്ക് വേണ്ട അല്ലാഹ്, എനിക്ക് നല്ലൊരു മരണം കിട്ടിയാ മതി റബ്ബേ. പക്ഷേ ദുനിയാവിന്റെ ഭംഗി അതിനെ അനുവദിക്കൂല. അത് കഴിഞ്ഞ് ഇവിടെ നല്ല റാഹത്തുള്ള മനസ്സുമായിട്ട് ഇറങ്ങി പോകുമ്പോ വാത് കഴിഞ്ഞു പോകുന്ന ഒരു സഹോദരി ശരീരം വല്ലാതെ പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചു. അതിന്റെ ഏറ്റവും പുതിയ മീനിങ് ആണ് ലെഗിൻസ് എന്ന് പറയും. കാലിന്റെ തുടയുടെ വലിപ്പവും നിറവുമൊക്കെ പുറത്തെറിയിക്കുന്ന വസ്ത്രം. അത് ധരിച്ചുകൊണ്ട് വാതിന് വരുന്നവർ, അത് ധരിച്ചുകൊണ്ട് മരണവീട്ടിൽ പോകുന്നവർ, അത് ധരിച്ചുകൊണ്ട് ക്യാമ്പസിൽ പോകുന്നവർ, അത് ധരിച്ചുകൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നവർ, അത് കാണുന്ന ചെറുപ്പക്കാർ ഒരൽപ്പം അതിലേക്ക് കാലിലേക്കൊന്ന് ശ്രദ്ധിച്ചു പോയാൽ, എന്നെ നീ വ്യഭിചാരിണിയാണ്, അവൻ വ്യഭിചാരിയാണ്. റബ്ബിന്റെ കോടതി ചെന്ന് കിതാബ് കയ്യിൽ തരുമ്പോ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹസാഹാ. പ്രായപൂർത്തിയായ സമയം മുതൽ മരിക്കുന്ന സമയം വരെയുള്ള ഒന്നും ഇതിനകത്തുനിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ. എന്തൊരു കിതാബാ എന്ന് ചോദിക്കുമ്പോ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നു, നീ വ്യഭിചരിച്ചു, ഇത്രാം തീയതി വ്യഭിചരിച്ചു, ഇത്രാം തീയതി വ്യഭിചരിച്ചു. അവള് പറയുന്നു, മലക്കുകളെ ഇത് പൊള്ള തെറ്റാണ്, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. മലക്കുകൾ പറയുന്നു, നീ 16-ാം തീയതി കല്യാണത്തിന് പോയത് ലെഗിൻസ് ഇട്ടുകൊണ്ടല്ലേ. അന്യപുരുഷന്മാര് ശ്രദ്ധിക്കുന്ന വിധത്തിൽ ക്യാമറയുടെ മുമ്പിലൂടെ നീ പല്ലിളിച്ചുകൊണ്ട് നടന്നില്ലേ. നിന്റെ ശരീരത്തിന്റെ നഗ്നത പുറത്ത് കാണിച്ചില്ലേ.
കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പർദ്ദ വീട്ടിന്റെ അകത്ത് മിഷൻ വെച്ചിട്ട് അടിച്ച് ടൈറ്റാക്കിയിട്ട് നിന്റെ ഇടുപ്പും ഇളിവണ്ണവും പുറപ്പ് കാണാൻ വേണ്ടിയിട്ട് പിൻഭാഗം സഹോദരങ്ങൾ കാമക്കണ്ണുമായി കാത്തിരിക്കുന്ന കഴുകന്മാര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചാഞ്ഞും ചരിഞ്ഞും നടന്നില്ലേ? ശരീരത്തിന് നല്ല എടുപ്പ് തോന്നാൻ വേണ്ടിയിട്ട് ഐഹീരിന്റെ ചെരുപ്പിട്ടുകൊണ്ട് നടന്നില്ലേ? എന്റെ പൊന്നുമോളെ, ഭർത്താവിനെ പറ്റിക്കാം, വാപ്പയെ പറ്റിക്കാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റിക്കാൻ പറ്റൂല. ഇതൊക്കെ ബാക്കവി അങ്ങനെ പലതും പറയും. ഭർത്താവിനോട് പറയും, നിക്കാ നിങ്ങൾ വാങ്ങിത്ത ഒരു പ്രശ്നവുമില്ല, വാപ്പ അങ്ങനെ ഒന്നും ഹദീസിലില്ല, ബാക്കവി വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം നിങ്ങൾക്ക് പറ്റിക്കാം. പക്ഷെ ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്, അല്ലാഹു നോക്കിയിരിക്കുകയാണ്. പടച്ചവനറിയാം നിങ്ങളുടെ മനസ്സ്, അല്ലാഹുക്കറിയാം നിങ്ങളുടെ ഖൽബ്. അതുകൊണ്ട് ദുനിയാവ് സമ്മതിക്കൂല, പ്രിയപ്പെട്ടവരെ സമ്മതിക്കൂല എന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നു. എന്നും ഞങ്ങൾ ആ മരണത്തിന്റെ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കും. ദുനിയാവ് സമ്മതിക്കൂല. അത്ര രസമാണ് ദുനിയാവിനെ കാണാൻ, അത്ര ഭംഗിയാണ് ദുനിയാവിലെ പെണ്ണും ദുനിയാവിലെ പൊന്നും ദുനിയാവിലെ മണ്ണും. അത്ര രസമാണത് ആസ്വദിക്കാൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ സുഖരസങ്ങൾ നുകർന്നുകൊണ്ട് പോകുമ്പോ മരണത്തിന്റെ ചിന്ത നിങ്ങളുടെ ഖൽബിന്ന് പോകും. ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി അൻ യുഫ്തഹ അലൈക്കും മിൻ സഖറത്തി ദുനിയാ വസീനതിഹാ. ഞാൻ പേടിക്കുന്ന സഹാബത്തെ, ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത് ദുനിയാവിന്റെ ഭംഗിയെ തുറക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമോ എന്നാണ്. ആ കാലഘട്ടത്തിലല്ലേ എന്റെ കോന്നിക്കാരെ നമ്മളുള്ളത്? ആ കാലഘട്ടത്തിലല്ലേ, ആ കാലഘട്ടത്തിലല്ലേ മരണം നമ്മൾ മറന്നു പോവുകയാണ്. അതിനൊക്കെ രസമല്ലേ ഭൗതിക ലോകത്തെ ജീവിതവും സുഖവും? അതിനൊക്കെ രസമല്ലേ? അതുകൊണ്ടാണ് ഒന്നിനെയും അമിതമായി ഇഷ്ടപ്പെടാതെ മരണത്തെ ഇഷ്ടപ്പെട്ടോ. മരണമേ മരണമേ ഞാൻ നിന്നെ മാടി വിളിക്കുന്നു, കാമുകനായി ഞാൻ നിന്നിൽ ലയിക്കുന്നു. ഉമർ ഖയ്യാം പാടിയതാണ്. തകർന്നു കിടക്കുന്ന ശരീരശിഷ്ടങ്ങളെ കബറിന്റെ കുഴിക്കകത്തിരുന്ന് വാരിയെടുത്ത് അത് കയ്യിൽ വെച്ചിട്ട് കൂടെ വന്ന അനുയാരികളോട് പറയുന്നു, നാട് ഭരിക്കണമെന്ന് ആഗ്രഹിച്ച രാജാക്കന്മാരുടെ എല്ലും കഷണമാ. ഒരു കാലഘട്ടം മുഴുവനും അടക്കി ഭരിച്ചുപോയ ആഡംബരത്തിന്റെ കോടാലി കൊണ്ട് നൃത്തം ചവിട്ടിയ ആഭാസന്മാരുടെ തലയോട്ടിയാണ്. പക്ഷെ എവിടെ? അവരെല്ലാം ആ മണ്ണിനടിയിലായി. നിങ്ങളോ 10 സെന്റ് ഭൂമിയുണ്ടെങ്കിൽ അഹങ്കാരം. അല്ലാഹുവേ, ശരീരം നിറച്ച് സ്വർണ്ണാഭരണമുണ്ടെങ്കിൽ ധിക്കാരം. മർഹിയാമ പറയുന്നു, ഒരു കാമുകി കാമുകനെ സ്നേഹിക്കുന്ന പോലെ ഞാൻ മരണത്തെ സ്നേഹിക്കുകയാണ്. എനിക്ക് അവനെ ഇഷ്ടമാണ്. എനിക്കൊരുമിച്ച് പോകാ തിടുക്കമായി, കവറിലേക്ക് പോകാ തിടുക്കമായെന്ന് പറഞ്ഞ് ഉമർ ഖയ്യാം എല്ലും കൂടി കയ്യിൽ വെച്ച് പൊട്ടിക്കരയുമ്പോ, എന്റെ പ്രിയമുള്ള ഉമ്മ, ദുനിയാവ് മരണത്തെ ഓർക്കാൻ ഞങ്ങളെ സമ്മതിക്കൂല. വീട്ടിൽ ചെല്ലുമ്പോ മക്കൾ, കുഞ്ഞു മക്കൾ, ഓടിക്കളിക്കുന്ന മക്കൾ, അവരെ കാണുമ്പോ പടച്ചവനെ ഞാൻ മരിക്കുമെന്ന ചിന്ത നമ്മുടെ ഖൽബിൽ നിന്ന് മറയുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ നല്ല മനോഹരമായ മുല്ലപ്പൂവൊക്കെ ചൂടി. അങ്ങനെ മുല്ലപ്പൂ ഭാര്യ ചൂടോ ഉസ്താദെന്ന് ചോദിച്ചാൽ, പെണ്ണ് പൂ ചൂടിയില്ലെങ്കിൽ പൂ ചൂടുന്ന പെണ്ണിനെ തിരക്കി ഭർത്താക്കന്മാര് പോവും. അതുകൊണ്ടാണ് വേശ്യകൾ തലയിൽ പൂ വെക്കുന്നത്. ആണുങ്ങൾക്ക് ആകർഷണവും സുഗന്ധവും തോന്നാനാണ്. അല്ലാതെ അല്ലെങ്കിൽ തന്നെ അവർക്ക് കഷ്ടപ്പാടാണ്, പൈസ ഇല്ല. പക്ഷെ അവരെന്തിനാണ് പൂ വാങ്ങി തല വെക്കുന്നത്? ഇത് ലോകത്തുള്ള ഭാര്യമാര് പഠിക്കണം. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൈലാഞ്ചി ഇടാത്ത പെണ്ണ്, ഭർത്താവ് ഇഷ്ടപ്പെട്ട ആഭരണം അണിയാത്ത പെണ്ണ്, ആ പെണ്ണിനെന്നും സ്വർഗം കിട്ടുന്നതിന് എനിക്ക് സമ്മതമല്ല എന്ന് സഹാബത്തിനോട് പറഞ്ഞതാണ്. മൈലാഞ്ചി എന്നുണ്ടോ? സഹോദരിമാര് പറയും, വാട്ട് ഈസ് ദ മൈലാഞ്ചി? അറിയില്ല, അറിയില്ല. അങ്ങനെ ഒരു വൃക്ഷമുണ്ടോന്ന് പോലും അറിയില്ല. അപ്പൊ അത് വേണം. ഭർത്താവിന് വേണ്ടി അലങ്കാരം, അതൊക്കെ വേണം. പൂ വെക്കണം തലയിൽ, സുഗന്ധം പൂഷണം, ഭർത്താവിന് വേണ്ടി. അല്ലാതെ പുറത്ത് കറങ്ങാൻ പോകുമ്പോഴല്ലേ ഇതൊന്നും ചെയ്യാനുള്ളത്, ഭർത്താവിന് വേണ്ടിയാണ്. അപ്പൊ ഈ ഭാര്യയെ കാണുമ്പോ മരണത്തെ നീ മറക്കും, പെണ്ണ് മറക്കും, എല്ലാം മറക്കും അല്ലേ? ഞാനിവിടെ വന്ന് സംഘാടനിച്ചിട്ട് 1-2 പേര് ചോദിച്ചു. അവര് പറഞ്ഞു, ഉസ്താദ് ഇനി കുടുംബമായിട്ടൊക്കെ വരണം, നമുക്ക് പോവാം, ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. വന്നപ്പോ 2 ദിവസം നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ താനൂരാണ് വാഴ, മലപ്പുറം ജില്ല. അവിടെ പോയില്ലെങ്കിൽ അവരോട് വന്ന് സജീവ വെക്കി വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടു പോകും. പിന്നെ നിങ്ങളുടെ വള്ളി വിളിക്കേണ്ടി വരും. മലപ്പുറംകാരാണ്, കോന്നിക്കാരല്ല.
അപ്പോ അല്ലായിരുന്നെങ്കിൽ 2 ദിവസം ഇത്ര ഭംഗിയുള്ള സ്ഥലം, ഭംഗിയുള്ള നാട്, പിന്നെ അൽഹംദുലില്ലാ പള്ളിയെ സ്നേഹിക്കുന്ന കുറെ ജനങ്ങൾ, 36 അംഗങ്ങൾ മാത്രമുള്ള ഒരു മഹല്ല്. എന്റെ ഒരു കണക്കുകൂട്ടലിൽ കേരളത്തിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ ഒരു കണക്കുകൂട്ടലാണ്. എല്ലാ സ്ഥലത്തും നിങ്ങൾ പോയിട്ടില്ല. പോയത് വെച്ചും അറിഞ്ഞത് വെച്ചും നോക്കുമ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ യൂട്യൂബിലൂടെ ലൈവായി ഈ പ്രോഗ്രാം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ മൂക്കത്ത് വിരൽ വെക്ക് 36 അംഗങ്ങളുള്ള കുടുംബങ്ങളുള്ള മഹല്ലോ. സുബ്ഹാനല്ലാഹ്. 1000-ഉം 3000-ഉം അംഗങ്ങളുള്ള മഹല്ലിൽ പൊതുയോഗത്തിൽ അടി നടക്കുകയാണ്, കമ്മിറ്റിയിൽ കത്തിക്കുത്ത് നടക്കുകയാണ്, ഭ്രാന്ത് പിടിച്ച് ജനങ്ങൾ നടക്കുകയാണ്, പള്ളികൾ താറുമാറാ കിടക്കുന്നു. ഒരാള് ഖത്തീബിന് പാര അടി കൂടെ, മറ്റേ ആള് മുഅദ്ദീന് പാര മുകളിൽ കൂടെ. അങ്ങനെ പാര വെച്ച് പള്ളി പരിപാലനവും പള്ളി പ്രവർത്തനങ്ങളും മൊത്തവും താറുമാറായി കിടക്കുമ്പോ ഒരു പള്ളി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്നു ഈ നാട്ടിൽ. അതിവിടെ പ്രസംഗിക്കാൻ വന്നതുകൊണ്ട് പറഞ്ഞതല്ല. ഇവിടത്തെ അവസ്ഥ സത്യസന്ധമായി മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇന്ന് ഞാൻ വാഴ് പറയാൻ അവിടെ വരട്ടെ എന്ന് സംഘാടകരോട് ചോദിച്ചത്. അത്രയ്ക്ക് അവരാവശ്യപ്പെട്ട സമയം കൊടുക്കാൻ കഴിഞ്ഞ വർഷം എനിക്ക് കഴിഞ്ഞില്ല. നമ്പർ എഴുതി വെച്ചു ഞാൻ. അത്രയ്ക്ക് സങ്കടം തോന്നി മനസ്സിൽ, കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് ഞാൻ കൊടുത്തു. ആരും വിശ്വസിച്ചില്ല. സജീവ് എന്നെ വിളിച്ചു, വാക്ക് ഞാൻ എന്നെ വാക്കം കഴിഞ്ഞാൽ പോഴ അവിടെ നിന്ന് കളിയാക്കി, അവനെ കുറ്റപ്പെടുത്തി കളിയാക്കി വിട്ടു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പവറും ഗമയും ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തെങ്കിലേ വണ്ടിയിലൊന്നും ഇറങ്ങുള്ളൂ, ഹെലികോപ്റ്ററിൽ കയറി തൂങ്ങിയാണ് സ്റ്റേജിൽ ഇറങ്ങുന്നത് എന്നൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുക. വാക്കവി എന്നൊക്കെ പറഞ്ഞ അതൊന്നും തിരുത്താനൊന്നും പോണില്ല. ആരെങ്കിലും ഇപ്പൊ ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് കയറാൻ പറഞ്ഞാൽ കയറാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് തിരുത്താനൊന്നും പോണില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൈസ കൈനീട്ടി വാങ്ങുന്ന സഹോദരനാണ്. അള്ളാഹു അതിന്റെ ജീവിതത്തിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളെന്ന് പറയാൻ ഈ സ്നേഹവും ഈ ബന്ധവും ഈ അറിവും ഈ ഇൽമും മാത്രമാണ്. എന്നാലും അള്ളാഹുവേ നീ കൊടുത്ത സമ്പത്തിന്റെ ഒരു വിഹിതം നിന്റെ മനോഹരമായ പള്ളിയുടെ പുനരുദ്ധാരം നീ നടത്തി കൊടുക്കണേ അല്ലാ. ആ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആ സഹോദരന് ഒരിക്കലും ഒരു സങ്കടവും നീ കൊടുക്കരുതല്ലാ. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, അതെല്ലാം ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുക അല്ലാ. ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടാകും, അതെല്ലാം ഇതിന്റെ ഹക്ക് കൊണ്ട് നീക്കിക്കൊടുക്കണേ അല്ലാ. ഇതൊരു നല്ല അർഹതപ്പെട്ട ഖബൂലിയത്തിന്റെ സ്വതക്കയാക്കി മാറ്റണേ അല്ലാ. അൽഹംദുലില്ലാ. മുജീബുർ റഹ്മാൻ വെട്ടൂര് അല്ലാഹുവേ ബിസിനസ് നടത്തുന്ന സഹോദരനാണ്. 25,000 രൂപ. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, ഞങ്ങളുടെ പള്ളിയെ വലുതാക്കാൻ പോകുന്ന തമ്പുരാനെ, ഒരു ചെറിയ വസ്തു കൂടി വാങ്ങി ചേർത്ത് വെച്ചിട്ട് ആ പള്ളിയുടെ വിപുലീകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു റഹ്മാനെ. മുജീബ് റഹ്മാൻ എന്ന സഹോദരൻ പറഞ്ഞ് 25,000 രൂപ നീ സ്വീകരിക്കണയല്ല. അർഹമായ പ്രതിഫലം കൊടുക്കണയല്ല. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണയല്ല. എല്ലാ നൊമ്പരങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണയല്ല. ആ പ്രിയപ്പെട്ട സഹോദരന് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണയല്ല. റബ്ബേ, ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടിയല്ലേ കല്ലും കട്ടയും മണ്ണും സിമന്റുമായി എത്ര ഓടി നടന്നിട്ടാണ് ഇങ്ങനെ ഒരു പള്ളി കിട്ടിയത്. അള്ളാഹുവേ, അതിനൊന്ന് വലുതാക്കണം, തിരക്കാണ്. അള്ളാഹുവേ പടച്ചവനെ, അതുകൊണ്ട് അതിന്റെ വിപുലീകരണത്തിന് വസ്തു വാങ്ങി ചേർത്തിട്ട് പള്ളിക്ക് വേണ്ടി 25,000 നിയത്ത് ചെയ്ത മുജീബ് റഹ്മാനെ അനുഗ്രഹിക്കണേ അല്ലാ. ജാസ്മിൻ കൊട്ടകുന്നിൽ കോന്നി 25,000 രൂപ. അല്ലാഹുവേ പടച്ചവനെ, എത്രയോ സദസ്സുള്ള സഹോദരിമാരെല്ലാം മറന്നുകൊണ്ട് എന്റെ ശരീരത്തിന്റെ സുഗന്ധമുള്ള മോതിരം, എന്റെ ശരീരത്തിന്റെ സുഗന്ധമുള്ള കമ്മലും മാലയുമെല്ലാം പടച്ചവനെ നിന്റെ പള്ളിക്കല്ലേ, നിന്റെ മസ്ജിദിന് വേണ്ടിയല്ലേ, എന്റെ സുഗന്ധം നിന്റെ പള്ളിക്കിരിക്കട്ടെ, അതുകൊണ്ട് എന്റെ ഖബർ വിശാലമാകട്ടെ എന്നാഗ്രഹിച്ച് എത്രയോ സഹോദരിമാരെങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജാസ്മിൻ പറഞ്ഞിരിക്കുന്നു 25,000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കല്ലാ. ആ ജാസ്മിൻ എന്ന സഹോദരിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ സഹോദരി വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന ഏതെങ്കിലും സഹോദരിമാര് ശരീരത്തണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണം നിന്റെ പരിശുദ്ധ പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അല്ലാഹുവേ, ആ പള്ളിയും ആ സ്വർണവും അവർക്ക് നാളെ ഇരുട്ടറയിൽ ആരുമില്ലാത്ത ഖബറിന്റെ അകത്ത് വെളിച്ചവും പ്രഭയും പ്രകാശവുമാക്കി കൊടുക്കണേ അല്ലാ.
ഹസീന മുല്ലക്കൽ 25,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ തമ്പുരാനെ, മുല്ലക്കൽ ഹസീന എന്ന സഹോദരി 25,000 രൂപ പറഞ്ഞു, നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരിക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ആ സഹോദരിയുടെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരിയുടെ ജീവിതത്തിലെ ആഗ്രഹം നീ നടത്തി കൊടുക്കണേ അല്ലാ. മനോഹരമായ നമ്മുടെ മജ്‌ലിസിലേക്ക്, നമ്മുടെ സദസ്സിലേക്ക് ആ സ്വതക്ക നൽകിയ ആ പൊന്നാര പെങ്ങൾക്ക് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണേ അല്ലാ. ഈ നിറഞ്ഞ മജ്‌ലിസിൽ ധാരാളം മലക്കുകളുണ്ട് തമ്പുരാനെ. ആ മലക്കുകളുടെ ആമീൻ ഹസീന എന്ന സഹോദരിയുടെ ജീവിത വിജയത്തിനൊരു കാരണമാക്കണേ അല്ലാ. ലൈവായി നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന സാബിർ എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് ഉമ്മ ഖബറിലേക്ക് ഇറക്കി വെച്ച ഉമ്മയുടെ 1ാമത്തെ രാത്രിയാണ്. ഈ മജ്‌ലിസിന്റെ ദുആയാണ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഖബറിലേക്ക് കിട്ടേണ്ടത്. ഞാൻ ഇന്നിവിടെ സ്വതക്ക നൽകിയത് അദ്ദേഹത്തിന്റെ ഉമ്മക്ക് വേണ്ടിയാണ്. നിങ്ങൾ സ്വതക്ക നൽകിയത് നിങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലും മരണപ്പെട്ടു പോയവരെ നിയ്യത്ത് ചെയ്തിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ആമീൻ പറയാൻ വേണ്ടി ഈ സദസ്സിലേക്ക്, ഈ പള്ളിക്ക് വേണ്ടി 10,000 രൂപ അദ്ദേഹം നിയ്യത്ത് ചെയ്തിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സാബിർ എന്ന പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ വിശാലമാക്കണം തമ്പുരാനെ. എല്ലാവരും ഒന്ന് ആമീൻ പറയുക. പടച്ചവനെ, ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സാധുവായ ഉമ്മയാണ്. എത്ര ദിവസം കൊണ്ട് തുടർച്ചയായി ഞാൻ പറയുന്ന വാതിലല്ല, ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി ആ മകൻ സുരക്ക നൽകിയിട്ടുണ്ട്. അതെല്ലാം ഉമ്മാടെ ഖബർ ജീവിതത്തിന്റെ സന്തോഷത്തിനായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല അല്ലാ. ഒരു മകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വതക്ക മുഴുവനും ഉമ്മാക്ക് വേണ്ടി ചെയ്തു വെച്ചു മരിക്കുന്നതിന് മുമ്പ് തന്നെ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് ഉമ്മാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ആ ഉമ്മച്ചിയുടെ ഖബർ ആലിമീങ്ങളോട്, പാവപ്പെട്ടവരോട്, രോഗികളോട്, യതീമീങ്ങളോട്, പള്ളിയോട്, മദ്രസയോട്, അനാഥ മന്ദിരങ്ങളോട് സ്നേഹമുള്ള മോനെ പ്രസവിച്ച ഉമ്മാടെ ഖബർ അല്ലാ ഒരിക്കലും നീ തീ കൊണ്ട് നിറയ്ക്കല്ലേ തമ്പുരാനെ. ഒരു പ്രിയപ്പെട്ട സഹോദരി ലൈവായി നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ട് ദുബായിൽ നിന്ന് 5,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ്. ദുബായിൽ നിന്ന് 5,000 രൂപ നമ്മുടെ കോന്നി എന്ന മനോഹരമായ ഈ പ്രദേശത്തെ പള്ളിക്ക് വേണ്ടി. ഇത്ര കുറെ ആളുകൾ മാത്രം പരിശ്രമിക്കുന്ന പള്ളി ഉസ്താദേ, ഞങ്ങൾ അറിയാതെ സ്വതക്ക ചെയ്തു പോവുകയാണ്. ആ പെങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. നൗഷാദ് 5,000, ഗൾഫിൽ നിന്ന് നൗഷാദ് 5,000 രൂപ. അല്ലാഹുവേ പടച്ചവനെ, നീ സ്വീകരിക്കണം തമ്പുരാനെ. ആ നൗഷാദ് എന്ന സഹോദരന്റെ മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. റസീന ഫാത്തിമ 2 കമ്മൽ. ഇതല്ലല്ലോ, ഇത് വേറെ അല്ലേ. ഹൈദരാലി സാഹിബ് പത്തനംതിട്ട കൗൺസിലർ 15,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായ പ്രിയപ്പെട്ട ഹൈദരാലി സാഹിബ് നമ്മുടെ പള്ളിക്ക് വേണ്ടി 15,000 നീ സ്വീകരിക്കണേ റബ്ബേ. അർഹമാറ് പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഒരു ജോഡി കമ്മലി സരസേക്ക് സ്വതക്ക നൽകിയ പെങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. നമ്മുടെ പള്ളിക്ക് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത പെങ്ങളുടെ ശരീരം നരകത്തിലേക്ക് എറിഞ്ഞു കൊടുക്കല്ല തമ്പുരാനെ. ഈ സ്വർണ്ണക്കമ്മലി കിടന്ന കാതുള്ള ശരീരത്തിന് അല്ലാഹുവേ നിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ. എനിക്ക് ഈ ആഡംബരത്തെക്കാൾ, ഈ സ്വർണത്തെക്കാൾ ഇഷ്ടം പടച്ചവനെ നിന്റെ പള്ളിയാണ്. എത്ര നല്ല തീരുമാനം! അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ അതൊരു അപൂർവ നിമിഷമാണ് തമ്പുരാനെ. ആ പെങ്ങൾ അൽഹംദുലില്ലാ. $3,333 രൂപ മകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി സൈനുദ്ദീൻ.
അല്ലാഹും പറയണം. അല്ലാഹു ഈ ആമീൻ പറയുന്നത് ഒരു സുദഖയുടെ കൂലിയാക്കി നമുക്ക് തരട്ടെ. ചെരുപ്പിന്റെ വാറുപൊട്ടിയാ പോലും ചോദിക്കണമെന്ന് പത്തനംതിട്ട 25,000. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് ദുആരക്കാനും അല്ലാഹുവേ പടച്ചവനെ ജീവിച്ചിരിക്കുന്നവർക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഏലാബീവിക്കണേ അല്ലാ. ആ സഹോദരന് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരന്റെ മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അൻസിൽ ജോലിക്ക് വേണ്ടി 5000 വേഗം വേണം. നമുക്ക് ആ ദുആ കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ജോലിയുടെ ബറക്കത്തിന് അഭിവൃദ്ധിക്ക് ഐശ്വര്യത്തിന് അൻസിൽ 5000 രൂപ നീ സ്വീകരിക്കണം തമ്പുരാനെ. ആ സഹോദരന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ നടത്തിക്കൊടുക്കണേ റഹ്മാനെ. ആ സഹോദരന്റെ വിഷമങ്ങളെ പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഫാത്തിമ വിവാഹം നടക്കാൻ വേണ്ടി അല്ലാഹുവേ ആ പെങ്ങളുടെ വിവാഹം നീ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ അല്ലാഹ്. ബാഹുലേയൻ എന്ന ഹൈന്ദവ സഹോദരൻ 1001 രൂപ. അല്ലാഹുവേ നീ അത് സ്വീകരിച്ചുകൊണ്ട് അപകടങ്ങളിൽ നിന്നെല്ലാം ആ സഹോദരനെ കാത്തുരക്ഷിച്ച് ഹിദായത്തിന്റെ വെളിച്ചം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാഹ്. പേര് പറഞ്ഞിട്ടില്ല ഒരു സഹോദരി സ്വർണ്ണമോതിരം. അല്ലാഹുവേ സഹോദരിമാരെ ഭാഗത്തിരുന്ന് സ്വർണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, സ്വീകരിക്കണേ റബ്ബേ. ആ സഹോദരിയുടെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ അല്ലാഹ്. PDP ജില്ലാ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അല്ലേ 3,6666 രൂപ. ഒന്ന് മദനി ഉസ്താദിന്റെ മോചനത്തിന് വേണ്ടി, ഒന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി. അല്ലാഹുവേ പടച്ചവനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്. അല്ലാഹുവേ നല്ല മജ്ലിസല്ലേ, ഞങ്ങളാക്കിയ ഞങ്ങൾക്ക് ആവേശം തന്ന അതിന് ദ്വാരക്കണമെന്ന് പറഞ്ഞ് 6,666 നീയത്ത് ചെയ്ത ആ സഹോദരന്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കല്ല. ആ സഹോദരന് ഖൈറ് കൊടുക്കല്ല. അല്ലാഹുവേ ആ സഹോദരന്റെ ആഗ്രഹം പോലെ മഅദനി ഉസ്താദിന് കാഴ്ചശക്തി കുറച്ചു കളയരുത് തമ്പുരാനെ. അദ്ദേഹത്തിന്റെ മക്കളെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. 35 സെന്റ് സ്ഥലം സ്വന്തം പേരിലുള്ളത് അള്ളാന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്ത ഖാദർ എന്ന സഹോദരൻ ഇവിടെ ഒരു ഹോട്ടൽ ജോലിക്കാരനാണ്. അദ്ദേഹം അൽഹംദുലില്ലാ സജിൻ നമ്മുടെ ഇന്നത്തെ മൈക്ക് ഓപ്പറേറ്റർ നമ്മുടെ മൈക്ക് സെറ്റിന്റെ ഓപ്പറേറ്റർ സജിൻ 500 രൂപ. അല്ലാഹു നല്ല വർക്ക് ചെയ്ത് ഒരുപാട് ഇതുപോലത്തെ ദീനിന് ആവശ്യമുള്ള സദസ്സുകളിൽ തന്റെ വൈഭവം മുഹമ്മദ് അല്ലാഹുവേ നീ സ്വീകരിക്കണം തമ്പുരാനെ. മുഹമ്മദ് മൈദീൻ അല്ലാഹു ആ സ്വതക്ക സ്വീകരിച്ചവർക്ക് നല്ല പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ വരുന്ന ഡിസംബർ 31 കേരളം മുഴുവനും വാഹനങ്ങളിലൂടെ മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാര് യാത്ര ചെയ്ത് പടച്ചവന് ന്യൂ ഇയർ ആഘോഷമില്ല, പുതുവത്സരമില്ല, ഒന്നുമില്ല. ആ 31 എന്റെ നാട്ടിൽ ആ സഹോദരന്റെ ഉമ്മയെ ഉപ്പയെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ കയ്യിലില്ല നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ അറിയാത്തത് കൊണ്ടും അടുത്ത് ഇടപഴകാത്തത് കൊണ്ടും സംഭവിച്ചു പോകുന്നതാണ്. അല്ലാഹുവേ പടച്ചവനെ നിന്റെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണം തമ്പുരാനെ. എന്നിട്ട് ഞങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആർക്കും ഭാരമാകാത്ത ജീവിതം ഞങ്ങൾക്ക് തരണം തമ്പുരാനെ. അല്ലാഹുവേ ജഗത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആ സഹോദരനും ഉപ്പാക്കും ജീവിച്ചിരിക്കുന്നവർക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ. തകർന്നു പോകുമല്ലോ തമ്പുരാനെ. ഉമ്മയും ഉപ്പയും പോയാൽ പടച്ചവനെ ഒരു ക്ഷീണവും നീ കൊടുക്കരുത് റഹ്മാനെ. അല്ലാഹുവേ എത്രയോ ആളുകൾ അങ്ങനെ യൂട്യൂബിലൂടെ ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു, നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണേ തമ്പുരാനെ. വലിയകത്ത് ഹംസ എന്ന സഹോദരന് ദ്വാരക്കാൻ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ പ്രിയപ്പെട്ട മുറ്റിച്ചൂര് ഷാഫി എന്ന സഹോദരന്റെ ഉമ്മാക്ക് ദ്വാരക്കാൻ പറഞ്ഞു.
അള്ളാഹുവെ അങ്ങനെ തുടങ്ങിയാൽ എത്രയോ എത്രയോ ആളുകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ജിദ്ദയിലെ ബഷീർ എന്ന സഹോദരൻ, അബൂദാബിയിലെ ഹാരിസ്, അള്ളാഹുവെ പടച്ചവൻ എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളായ അബൂദാബിയിൽ സേവനം ചെയ്യുന്ന എന്റെ 2 സഹോദരങ്ങൾ, അള്ളാഹു അങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ, എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിലെ അഭ്യുദയകാംക്ഷികൾ 31 എവിടെയൊക്കെ ഉണ്ട്, എത്താൻ പറ്റുന്നവരൊക്കെ എത്തണം. 31-ാം കേരളത്തിലെ പ്രശസ്ത പണ്ഡിതനും വാഗ്മിയുമായ ചിറയൻകീഴ് AM നൌഷാദ് ബാക്കവി ഉസ്താദ് അവറുകൾ സ്വർഗത്തിലേക്കൊരു വാതിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി മതവിജ്ഞാന സദസ്സിന് നേതൃത്വം നൽകുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം